അരിവാലക്കൽ മത്തായി ചാച്ചൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. 93 വർഷം ഈ ഭൂമിയിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരു നല്ല മനുഷ്യൻ, കുടുംബത്തിന് വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട 9 മക്കളെ വളർത്തി വലുതാക്കി നല്ല ജീവിതാന്തസ്സിലേക്ക്, പ്രത്യേകിച്ച് തൻ്റെ മൂത്ത മകളെ സന്യാസത്തിലേക്ക് പറഞ്ഞയച്ച് ഈ ഇടവകയ്ക്ക് നല്ല മാതൃക നൽകിയ ഒരു ചാച്ചനാണ് ഇന്ന് നമ്മിൽ നിന്ന് വേർതിരിഞ്ഞ് സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് പോവുക. ഈ അപ്പച്ചന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തമ്പുരാൻ ശ്രമിച്ച് തൻ്റെ സന്നിധിയിലേക്ക് ഈ മകനെ ആനയിക്കുവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇടവകയുടെ പ്രാർത്ഥനയിലുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ആദ്യത്തെ ശുശ്രൂഷകൾ ഇവിടെ ആരംഭിച്ചതിന് ശേഷം നമ്മൾ നടന്നാണ് ദേവാലയത്തിലേക്ക് മൃതശരീരവുമായിട്ട് പോവുക. അപ്പോഴതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2 വഴികളായിട്ട് നടന്നുകൊണ്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ഭക്തിപൂർവ്വം ഈ പരേതനോടുള്ള ഒരു ബഹുമാനവും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഭക്തിയോടെ ഈ പ്രിയപ്പെട്ട ചാച്ചന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മയിലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പൊയ്ക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചിരിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരേൽപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ എന്ന് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവുമത്തും പരിശുദ്ധവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, കടത്തിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 10 വരെ വാക്യങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൽ നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താകുവാനാകുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായും പുറത്തുവരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ വിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൽ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും ഭാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസന്റെ ഭാഗങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവിനായി സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം അവിടുന്ന് കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരാ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു വ്യാകുലമാനസനായി, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. ക്രിസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യമിരുന്നിൻ
സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. ഭൂമിയിലവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോ ശ്രേം പ്രാപിപ്പതിനായി. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തോറങ്ങുവാൻ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമോണർന്നിടാ. സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമോണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ. കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, കഴിയുന്നു യാത്ര ഇത്ര നാൾ. കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.
സവിധേ ഞാൻ നീ നൽകും ശാന്തിക്കായി നാഥ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ നീ നൽകും ശാന്തിക്കായി. ധന്യമാണെന്നോർക്കുന്നു നീ നൽകിയൊരൻ ജീവൻ, നിത്യജീവൻ അച്ചാരം ഈ നിമിഷം ഞാൻ കാണുന്നു. നാഥ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ നീ നൽകും ശാന്തിക്കായി. നീ നൽകിയ ദാനങ്ങൾ വളർത്തുവാൻ കൃപ ചെയ്തു ചേർക്കുകയെന്നെ ഇന്നേരം നിന്നോടൊത്തു വാഴുവാൻ. നാഥ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ നീ നൽകും ശാന്തിക്കായി. നീ നൽകിയ വിശ്വാസം പകർന്നു ഞാൻ മനുജർക്കായി നീതി നടത്തും കർത്താവേ, നീതിക്കായി ഞാൻ കേഴുന്നു. നാഥ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ നീ നൽകും ശാന്തിക്കായി. എന്നിലെ ജീവിത കുറവുകൾ ഏറ്റു ചൊല്ലും ഈ നിമിഷം നിന്നനന്ത സ്നേഹത്താൽ വാരിപ്പുണരുന്നു
ഈ കുടുംബത്തിൻ്റെ പേരിൽ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബത്തോടുള്ളതായ സ്നേഹവും പരിഗണനയും ഒക്കെ മനസ്സിലാക്കി അനുഗ്രഹീതരായ വലിയ ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, വിശ്വാസികളുടെ സമൂഹമേ, ദുഃഖാർപ്പിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സ്നേഹവന്ദനം. വേണ്ടിയുള്ള വരവാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദേശത്തിന്റെ നാനാഭാഗത്തുള്ള മക്കള്, ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടുള്ള ബന്ധുമിത്രാദികള്, വൈദിക ശ്രേഷ്ഠര് എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കി ആണ് ഈ യാത്രയെ നൽകുന്നത്. മരണം എന്നുള്ളത് അവസാനമല്ലാത്തതുകൊണ്ടാണ് യാത്രയെ പറയാൻ കാരണം. വചനം പഠിപ്പിക്കുന്നത് മരണം ഒരു ഉറക്കമാണ് എന്നുള്ളതാണ്. സന്തോഷവും ദുഃഖവും ഇടകലർന്ന ഒരു സാഹചര്യമാണ് മരണാനന്തര ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. എന്താണ് ദുഃഖത്തിന് കാരണം? ദുഃഖത്തിന് കാരണം കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികൾക്കും അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ കരയുന്നത്, ഞങ്ങളുടെ അപ്പച്ചനെ ഇനി ഒന്ന് കാണാൻ പറ്റിയതല്ലോ, ഞങ്ങളുടെ അപ്പച്ചനെ ഒന്ന് തൊടാൻ പറ്റിയതല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവർ കരയുന്നത്. ഏത് മരണാനന്തര ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴും അവരുടെ ചേർന്ന് ഉറ്റവരുടെയൊക്കെ അലമുറയിട്ട് കരയുമ്പോൾ പറയുന്നത്, ഇനി ഞങ്ങൾ എങ്ങനെ കാണും, ഇനി ഞങ്ങൾ എപ്പോ കാണും, ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ലല്ലോ. മൃതശരീര പള്ളിയിലേക്ക് എടുക്കുമ്പോൾ ഉറ്റവരുടെയൊരു നിലവിളിച്ചിട്ട് പറയും, അയ്യോ കൊണ്ടുപോകല്ലേ, ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ അപ്പച്ചനൊന്ന് തൊടും എന്നൊക്കെ പറഞ്ഞാണ് അവർ പറഞ്ഞു കരയുന്നത്. അപ്പൊ ദുഃഖത്തിന് കാരണം ഈ കാരണമാണ്. ഇനി കാണാൻ പറ്റില്ല, ഇനി തൊടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി സന്തോഷത്തിന് എന്താണ് കാരണം? ക്രൈസ്തവ ജീവിതത്തിൽ മരണം എന്നില്ല. ഇത് ഒരു ഉറക്കം മാത്രമാണ്. വചനം നമ്മൾ പഠിക്കുമ്പോൾ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് വീടെടുക്കുവാൻ പോകുന്നു എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവിടെ എല്ലാം കാണുന്നത് ജീവിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും കർത്താവിന്റെ തിരുശരീരം അനുഭവിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ക്രിസ്തുവിൽ മരിക്കുന്നവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ മരണം എന്ന് പറയുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്നതായ സ്ഥിരമായി താമസിക്കാനുള്ളതായ ഭവനത്തിലേക്ക് മാറ്റപ്പെടുന്നതായ ഒരു അനുഭവമാണ്. മധ്യാകാശങ്ങളിൽ കാഹളത്തിന്റെ നാദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ കബറിൽ നിന്ന് മുന്നേ ഉയർത്തെഴുന്നേൽക്കും. ആദ്യം മരിച്ചവർ ഉയർത്താൻ, പിന്നെ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇത് വചനത്തിന്റെ ഭാഗം പറഞ്ഞതാണ്. അപ്പോൾ സന്തോഷത്തിന് കാരണം ശാശ്വതമായ വീട്ടിലേക്കുള്ള പോക്കാണെന്നാണ്. അവന് അതിനോട് ചിന്തിക്കുന്നത്, അമേരിക്കയ്ക്ക് പോകുന്ന മകനെ യാത്രയാക്കുന്നതിന് വേണ്ടി അവരുടെ അപ്പനും അമ്മയും കൂടി അവരോട് പോകുന്നു. വിമാനത്താവളത്തിൽ നമുക്കറിയാം, അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല, പോകുന്ന ആൾക്ക് പ്രവേശിക്കാം. നമുക്ക് ഗ്ലാസിന് ഇപ്പുറത്ത് നിന്ന് കാണാം. അപ്പൊ മോൻ അവിടെ എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്. തിരിഞ്ഞ് താട്ട തന്ന് പോയി ഒരു സ്ഥലത്തേക്ക് മറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അങ്ങ് മറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്ന മാതാപിതാക്കൾ ഉറ്റവരോടെല്ലാം കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോയത്. പോകുന്ന മകൻ അമേരിക്ക, അവൻ സന്തോഷത്തോടെയാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് സ്വർഗമാണെന്നാണ് അവിടെ പോയിട്ടുള്ളവർ പറയുന്നത്. അവൻ 3-4 കൊല്ലം കഴിഞ്ഞ് ജോലിക്കാരനായിട്ട് വലിയ ആളായിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ടവരെ, മരണം എന്നുള്ളത് ഇങ്ങനെ തന്നെയാണ്. അങ്ങ് മറഞ്ഞു പോകുമ്പോൾ അമേരിക്ക കണ്ടിട്ടില്ലാത്ത നമ്മൾ ഓരോരുത്തരും നിലവിളിച്ചുകൊണ്ട് പോലെയാണ്, ഇനി എപ്പം കാണും, ഇനി എങ്ങനെ കാണും എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവൻ അവിടെ ചെന്നത് സ്വർഗീയമായ ഒരു അനുഭവമാണ്. അതുപോലെയാണ് മരണം എന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ ഉൾക്കൊള്ളണം. നമ്മുടെ ചെറിയ ചിന്തയിൽ ഇതിനെ മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ആണ് നമ്മൾ ഓരോരുത്തരും. ആയതുകൊണ്ട് മരണം എന്നുള്ളത് സ്ഥിരമായ ഒരു അവസാനമല്ല. ക്രൈസ്തവന്റെ മുദ്രാവാക്യം എങ്ങനെയാണ്? ക്രൈസ്തവൻ ജീവിച്ച് മരിക്കുവാനുള്ളവരല്ല, ജീവിച്ച് നിത്യജീവനിലേക്ക് കടന്നു വരുന്നവനാണെന്നാണ് മുദ്രാവാക്യം. അതുകൊണ്ട് നിത്യമായ ഒരു ഭവനത്തിലേക്കാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അപ്പച്ചൻ കടന്നുപോയിരിക്കുന്നത്. ഇത് ഓരോരുത്തരുടെ മരണാനന്തര ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം അടുത്തത്, ഇന്ന് ഈ അപ്പച്ചൻ പോയെങ്കിൽ നാളെ നമ്മൾ പോകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന് ശവമഞ്ചത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പാട്ടിൽ പാടുന്നത്, മരണം വരുമ്പോൾ ഒരു നാൾ ഓർക്കുക മറക്കാൻ നീ കൂടെ പോരുന്ന ജീവിത ചെയ്തികളും. അതുകൊണ്ട് നീ സൽക്രമങ്ങൾ ചെയ്യുകയായിരുന്നു. നമ്മുടെ കൂടെ പോരാനുള്ളത് ഈ കുട്ടികളുടെ ആരും പോരുകയല്ല, സൽക്രമങ്ങൾ മാത്രമേ വരുള്ളൂ. മരണം വരുമെന്നുള്ളത് നാം ഓർത്തിരിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെ മരണാനന്തര ശുശ്രൂഷ യാത്രയെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അച്ഛൻ നിർത്തട്ടെ, ഭൂമിയുമായിട്ടുള്ള ആ ബന്ധം.
ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടുള്ളതായ കുടുംബാംഗങ്ങളുടെ അടുത്താണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. നെല്ലിയാടിയിൽ കുറേ വർഷങ്ങളുടെ അറിവും പരിചയവുമാണ്. ഈ ദേശത്ത് ശുശ്രൂഷിച്ചപ്പോഴുള്ളതായ അടുപ്പവും ഒക്കെ ഈ മക്കളുടെ സ്നേഹവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പച്ചൻ്റെ വേർപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി ഈ അപ്പച്ചൻ്റെ മക്കളും മരുമക്കളൊക്കെ നന്നായിട്ട് നോക്കി എല്ലാ ശുശ്രൂഷകളും സ്വീകരിച്ച് ആഗ്രഹങ്ങളെല്ലാം ഭൂമിയിൽ അവസാനിച്ചിട്ടാണ് പോകുന്നതെന്നുള്ള ആശ്വാസം നമുക്കുണ്ട്. ആയതുകൊണ്ട് ഈ ശരീരം മാറി പുതിയ ശരീരത്തോടുകൂടി ഉയർത്തിയെഴുന്നേൽക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ ഞാൻ ശുശ്രൂഷിക്കുന്നതായ ദേവാലയത്തിൻ്റെയും വിശ്വാസയുടെ പേരുള്ള അനുശോചനം കുടുംബാംഗങ്ങളുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് എനിക്ക് അനുശോചനം പറയാൻ അനുവദിച്ച വികാരിയച്ചനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്. ഉളവാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സന്തോഷം സണീച്ച് പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും സന്തോഷമാണ്. നമ്മളെല്ലാവരും ആ ഭവനത്തിലേക്ക് യാത്രയാക്കേണ്ടതാണ്. ചാച്ചൻ ജീവിതകാലത്ത് നൽകിയ നല്ല മാതൃകകൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഇടവകയ്ക്ക് തന്നെ ചാച്ചൻ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 2 വർഷത്തെ അനുഭവത്തിൽ വിളിച്ചത് പലപ്പോഴും ഞാൻ ഈ ചാച്ചനെ കാണുകയും വിശുദ്ധ കുർബാന കൊടുക്കാനും ഉപസാരിപ്പിക്കാനും അതുപോലെ തന്നെ രോഗികളെ നൽകാനുമായ പല വേളകളിൽ ഞാൻ ഈ ചാച്ചനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നു, ഉപസാരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചാച്ചൻ എന്നോട് അച്ഛൻ്റെ സുഖമാണോ, അച്ഛൻ്റെ വീടെവിടെയായിരുന്നു എന്നോട് ചോദിച്ചത്. ഒരുപക്ഷെ ഔദാർശികമായ കാര്യമാണ് നടക്കുന്നതെങ്കിലും ചാച്ചന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരുപക്ഷെ അറിവില്ലെങ്കിലും മറ്റുള്ളവരോടുള്ള പരിഗണനയും സ്നേഹവുമാണ് ചാച്ചൻ പ്രദർശിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചാച്ചൻ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോയ ഒത്തിരിയേറെ നന്മകൾ പുണ്യങ്ങളുമുണ്ട്. അത് കുടുംബാംഗങ്ങൾ അഭംഗുരം പാലിക്കാനായിട്ട് കടപ്പെട്ടവരാണ് എന്ന് ഈ ചാച്ചൻ്റെ വേർപാടിന്റെ സമയത്ത് അത് ഒത്തിരിയേറെ വേദനകളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഈ ശ്രീരാണി ഇടവകയിൽ പ്രത്യേകിച്ച് ഈ അക്രൈസ്തവർ താമസിക്കുന്ന ഇടങ്ങളിൽ ഒരു ക്രൈസ്തവ സാക്ഷ്യം നൽകാനായിട്ട് ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് ഈ ചാച്ചൻ വഴിയൊക്കെ കാരണമായിട്ടുണ്ട്. അവരുടെ ഈ ചാച്ചനെ ഓർത്ത ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒപ്പം ഡോമിച്ചേട്ടനെ കുടുംബത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഈ നാളുകളിലൊക്കെയും ചാച്ചൻ സുഖമില്ലാതെ കിടന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് വിശേഷിച്ചൊക്കെ ചാച്ചനെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ അതിശയമായി. കാരണം ഇന്നത്തെ കാലഘട്ടം മാതാപിതാക്കളെയൊക്കെ നോക്കാനായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കാലയളവിലൂടെയാണ് കടന്നു പോകുന്നത്. മാതാപിതാക്കൾ ഭാരമായി തീരുന്ന ഒരു കാലയളവിൽ മാതാപിതാക്കളെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനെ എപ്രകാരമാണ് നമ്മുടെ കുടുംബങ്ങളിൽ വീടുകളിൽ പരിചരിക്കുന്നത്, അതേ രീതിയിൽ മലവും മൂത്രവും എടുക്കാൻ ഒരു മടിയുമില്ലാതെ വേണ്ടതായ സകല കാര്യങ്ങളും ചെയ്ത് ഡോമിച്ചേട്ടനെയും ഡിസൈൻ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കുടുംബത്തിന്റെ പേരിലുള്ള ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യാം. നല്ല മാതൃകയാണ് ഈ കുടുംബം ഈ ഇടവകയ്ക്ക് നൽകുന്നത്. ഈ കുടുംബത്തിന്റെ മാതൃക നമ്മുടെ ഇടവകയ്ക്ക് മുഴുവനും അനുഗ്രഹമാകട്ടെ. ഇത്തരത്തിൽ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് ഈ ദീർഘായുസ് നമ്മുടെ ഇടവകയിലുള്ള ഓരോ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് ഈ ചാച്ചന്റെ വേർപാടിന്റെ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്ക് അനുശോചനം ഇടവക കുടുംബത്തിന്റെ പേരിൽ നേരിടും. തുടർന്ന് ഉള്ളതായ ശുശ്രൂഷ ക്രമങ്ങൾ മാനവജൻ നമുക്ക് വേണ്ടിയിട്ട് നിർവഹിക്കുന്നത്. സന്തോഷിച്ചു ജീവനമതുപോൽ ശരണമരുളിടാം. ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃഗങ്ങൾ നിൽക്കും. പ്രകാശിച്ചു മേഘത്തേരിൽ നാഥനെഴുന്ന ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
ആഗ്രഹിക്കുന്നു. ജീവന്റെ മരണത്തിലെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാർമേൻ അംഗമായിരിക്കുന്ന ബദനി സന്യാസ സമൂഹത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ നെടിയപാലി കുടുംബത്തിന്റെ പേരിൽ ഓർക്കുന്നു. ഒപ്പം കിടന്നുള്ളതായ വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിത ഞാൻ നിന്നെ പിരിഞ്ഞപ്പോൾ ഉരിയാടാതെന്തേ നീ മൗനമായി? ഇതു എൻ അന്ത്യബലിയാണെന്നറിഞ്ഞില്ലേ? പിന്നെന്തിനെന്നെ നീ തോഷിപ്പിച്ചു? എൻ കൂദാശയ്ക്കെല്ലാം സാക്ഷിയായി നിന്നിട്ടും സൂചനയൊന്നും നീ തന്നില്ലല്ലോ. ബലിയർപ്പണത്തിനായി നിങ്കലേക്കില്ലിനി യാത്ര ചോദിച്ചിതാ ഞാൻ പോകുന്നു. ഹേ പുരോഹിതാ, നിന്നന്ത്യബലിയിങ്കൽ നിന്നു ഞാൻ അബ്രാമിൻ ബലിപീഠം നീ എന്നോടായി യാത്ര ചോദിച്ചു പോയപ്പോൾ സങ്കടത്താലെൻ്റെ കരളലിഞ്ഞു. ചൂടു കണ്ണീരും അന്ത്യചുംബനവും ഹൃദയം അലിക്കുമ്പോലായിരുന്നു. ആചാര്യ നീ വാങ്ങിപ്പോമെന്നറിഞ്ഞതാൽ വിലപിക്കുന്നു ഞാൻ അനാഥനെ പോ. കൂദാശയില്ലാതിൻ ശുശ്രൂഷയില്ലിനി ഖേദത്താലിന്ന് ഞാൻ മൗനമായി. നിൻവേർപാടിങ്കൽ ഈ ശുദ്ധദേവാലയം സങ്കടഗീതങ്ങൾ പാടിയിടുന്നു. നീ പാടിക്കേട്ടതാം കീർത്തനങ്ങളെല്ലാം അതുപോൽ ആരാളാലാപിക്കാനാകും. നീ നിന്നിട്ടുള്ള ഈ പ്രസംഗപീഠവും നിൻവിയോഗത്താൽ തമസിലാണ്ടു. ഈ വൈദികൻ തൻ്റെ നിര്യാണമിന്നിതാ അഹറു താതൻ്റെ പോലായിരുന്നു. നീ ഞങ്ങൾക്കായി തന്ന കൂദാശകൾക്കെല്ലാം ദിവ്യ സൗരഭ്യം
സൗഖ്യമുണ്ടായിരുന്നു. മിശിഹാതൻ പെട്ടകം കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. വിശുദ്ധമായ ശരീരത്തിന് നിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ആഗമനവേണ്ട ഈ കപടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും ആത്മനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ വിരലാൽ ഈ കപടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതൂം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങുക എന്നാണ് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനങ്ങൾ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും മൃതരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദിസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം ദൈവമായ എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ രൂപായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം കീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്ത ശരീരങ്ങൾ. കുത്താനം നീയേകുന്നു നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഭാവിനിക്ക് പൊറുതി കൊടുത്തിന് അവിടെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഈശോയേൽപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ.
നാഥരണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനാകിയ മഹിമാവിൽ മിന്നി വിളങ്ങും മുഖമുടകള വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും മൃതിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും മൃതിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചേൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിൽ സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാറ്റടിയുടെ ദർശനമാൻ പേടിയെ പോലെ കർത്താവിനാൽ തേടി വിളിക്കുന്നു. മരിച്ചവനെ പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവിത നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവിതവും നൽകി സ്വർഗീയ മനവരയിൽ പരമനാകുന്ന ഓസിലേക്ക് ഇയാളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം ഞങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതനുടെ മറവിലിരിക്കും നാഥ, കൃപയിൻ ചിറകിൻ കീഴിൽ ചേർക്കേണമേ. കാരുണ്യം മൂലം കൃപയാലെല്ലാം കേൾക്കുന്നോനെ, നിന്നടിയാർത്തൻ യാചനയെ കേട്ടിടേണമേ. മഹിമയെഴും രാജാവാ രക്ഷകമശിഹാശമനമെഴും, സന്ധ്യതും പുണ്യം നിറയും രാവും ഞങ്ങൾ കേണമേ. വിഴിനിങ്കൽ ഉയർത്തും നിങ്ങൾ കടപാപങ്ങളെ മോചിക്കാം. ഇരുലോകങ്ങളിലും ഞങ്ങൾ അരുളിയിടണമേ കാരുണ്യം. തിൻ കൃപ ഇവരെ മറയ്ക്കണമേ, അഭിമുഖമായി ദയ നിൽക്കണമേ. ദുഷ്ടപ്പടയിൽ നിന്നും കാത്തിടട്ടെ നിൻ ശ്ലീബാ. ആജീവം വീടണമേ, നിന്റെ വലങ്കൈ ഞങ്ങളുടെ മേൽ. നിൻ ശമമങ്ങളിൽ അമരട്ടെ, യാചിച്ചിടും ആത്മാക്കൾക്കായി ശരണവും അവനവുമേകേണമേ. മാതൃവിശുദ്ധാഭ്യർത്ഥനയാൽ കടപരിഹാരം നൽകി എന്മേൽ ദേവേശ ചെയ്തിടണമേ കാരുണ്യം. അത്യുന്നതനുടെ മറവിലിരിക്കും നാഥ, കൃപയിൻ ചിറകിൻ കീഴിൽ ചേർക്കേണമേ. കാരുണ്യം മൂലം കൃപയാലെല്ലാം കേൾക്കുന്നോനെ, നിന്നടിയാർത്തൻ യാചനയെ കേട്ടിടേണമേ. മഹിമയെഴും രാജാവാ രക്ഷകമശിഹാശമനമെഴും,
സന്ധ്യതും പുണ്യം നിറയും രാവും ഞങ്ങൾക്കേകേണമേ. വിഴിനിങ്കൽ ഉയർത്തും നിങ്ങൾ കടപാപങ്ങളെ മോചിക്കാം. ഇരുലോകങ്ങളെ